ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖാണോ? ഞാനൊക്കെ നമ്മുടെ അഭിഷേകാന്ത ശേഷം മണലൂര് ഇടവകയിൽ ധ്യാനം നടത്തിയപ്പോൾ അവരോട് അവിടുത്തെ കുറെ കുഞ്ഞുങ്ങൾ അന്വേഷണം പറഞ്ഞു വിട്ടു. വിനോദിച്ചന്റെ സ്വന്തം ആൾക്കാരാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ മണലൂരിലെ കുഞ്ഞുങ്ങളെ പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ. മണലൂർ കുഞ്ഞുങ്ങൾ കൈവത്ത്, പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ. എന്നാലും കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചാൽ സന്തോഷം. കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വലിയ അനുഗ്രഹം കേട്ടോ. നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം, സെന്റ് ചാൾസ് ബൊറോമിയോ. നമ്മുടെ സഹോദരങ്ങളെ, കാറ്റഗിസം ടീച്ചേഴ്സിന്റെ മധ്യസ്ഥനാണ്, നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്നലെ എനിക്ക് ആരോ മെസ്സേജ് ഇട്ടു, നാളെ കാറ്റഗിസം ടീച്ചേഴ്സിനാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അതുകൊണ്ട് കേട്ടോ, നമുക്കെല്ലാം വേദപാഠം പഠിപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടി, എല്ലാ മതാധ്യാപകർക്കും വേണ്ടിയിട്ട് നമുക്കൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളെ വേദപാഠം പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ മരണം വഴി സ്വർഗത്തിൽ പോയവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കുകയും ചെയ്യും. നല്ല മതാധ്യാപകരുണ്ടാകണം. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നടക്കണം. നമ്മളൊക്കെ ഇത്രയും ലക്ഷങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയല്ലേ, വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവും. നിങ്ങളെല്ലാ കാറ്റഗിസം ടീച്ചേഴ്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുവചനമാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 15. വിധക്കാരന്റെ ഓമയാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫലം പുറപ്പെടുവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതിനതാണ് നല്ല വിത്ത്, നല്ല നിലത്ത് വേണ്ട വിത്തിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല നിലത്ത് വേണ്ട വിത്ത്, അത് അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? തുടർന്ന് പറയാണ്, ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നത്. അതാണ് നല്ല നിലത്ത് വേണ്ടത്. അപ്പൊ മുൾച്ചെടികൾക്കാണ് വിത്തുണ്ട്, പാറയുടെ മുകളിൽ വീണ വിത്തുണ്ട്, മണ്ണ് അധികം ഇല്ലാത്ത, അങ്ങനെ പല കാര്യം നിങ്ങൾക്ക് അറിയാം. എന്നാൽ നല്ല നിലത്ത് വീണത് വിത്തിന്റെ പ്രത്യേകത അത് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ. അതുകൊണ്ട് നമുക്ക് ഈ വചന ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഹൃദയം നല്ലതാക്കി കൊണ്ടുവരണം. ജെറമിയ 4:3 ഒരുക്കാത്ത നിലത്ത് വിത്ത് വിതരരുത്. നിലമൊക്കെ നന്നായിട്ട് ഒരുക്കണം. നമ്മൾ പണ്ട് ഇഞ്ചി നടുമ്പോഴും ഞാറ് നടുമ്പോഴും അല്ലെ, കണ്ടം വിതയ്ക്കുമ്പോഴും ഓരോ കൃഷിയും എല്ലാം ഒന്ന് ചെടി കുഴിച്ചു വെക്കാൻ പോലെ ഒരുക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൃദയം നന്നായി ഒരുക്കണം. അങ്ങനെ നല്ലൊരു ഹൃദയമായിരിക്കണം. അതാണ് ഉത്കർഷ നിർമ്മല ഹൃദയം. പിന്നെ നമ്മുടെ ദാവീദ് പ്രാർത്ഥന നിർമ്മലമായ ഒരു പാട്ട് ഉണ്ടെന്നല്ലേ, പാട്ട് ശരിയായല്ല. അപ്പൊ നിർമ്മല ഹൃദയം നൽകണമേ എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഹൃദയത്തിലാണ്. എന്നിട്ട് അതുകൊണ്ട് ആ വചനം ഇങ്ങനെ സംഗ്രഹിക്കണം. ആ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ വചനത്തെ കുറിച്ച് അവൾ എല്ലാ വചന ഹൃദയം സംഗ്രഹിച്ചു. പരിശുദ്ധമേ നന്നായിട്ട് ധ്യാനിക്കണം. അതിങ്ങനെ ഓർത്ത് മെഡിറ്റേറ്റ് ചെയ്ത് അത് വചനം പറഞ്ഞ് ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ആ വചന ഹൃദയത്തെ ശരിക്കും ഇങ്ങനെ സംഗ്രഹിക്കണം. അങ്ങനെ വചന ഹൃദയത്തെ സംഗ്രഹിച്ചിട്ട് എന്നിട്ട് ഫലം ക്ഷമയോടെങ്കിലും ഫലം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞാല്, നമ്മളൊരു മാവിന്റെ തൈ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളും കാത്തിരുന്നിട്ടാ അത് കർഷകനെ കുറിച്ച് പറയുന്നിടത്തല്ലേ, നല്ല ആദ്യ മഴ അവസാന മഴ ഇതൊക്കെ കാത്തിരിക്കുവാണ് കർഷകൻ. ആദ്യത്തെ തെങ്ങൊന്ന് ചൊട്ടയിടാൻ വേണ്ടിയിട്ടല്ലേ. ഇതൊക്കെ മലയാളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. തെങ്ങ് ചൊട്ടയിടാന്നൊക്കെ പറഞ്ഞാൽ പല കൺട്രീസിൽ പല ആൾക്കാരാണല്ലോ. അതുകൊണ്ട് നല്ല ക്ഷമ വേണം. അപ്പൊ വചനമാകുന്ന വിത്ത് ഇങ്ങനെ നമുക്കിപ്പോ ഒരു സ്നേഹം എന്നല്ല ഫലം, എളിമ എന്നൊരു ഫലം, ക്ഷമ എന്നൊരു ഫലം, അങ്ങനത്തെ ഒക്കെയുള്ള ഔദാര്യം എന്നൊരു ഫലം, ഇതൊക്കെ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ക്ഷമയോടിരുന്നാൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും ചാറ്റിന് വരുന്ന കോപവും ഇറിറ്റേഷനാണ്. പിന്നെ എങ്ങനെ ഫലം ഉണ്ടാവും? അതുകൊണ്ട് വെരി ഡിഫിക്കൽട്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ വചനം കേട്ടാ പോരാ, ഹൃദയം നല്ലതായിരിക്കണം, നന്നായിട്ട് അതിനെക്കുറിച്ച് സംഗ്രഹിച്ച് ധ്യാനിക്കണം. നല്ല ക്ഷമ ഉണ്ടെങ്കിൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വേണം അതിനകത്ത്. ചെടി ഫലം പുറപ്പെടുവിക്കുമ്പോൾ സൂര്യപ്രകാശം വലിച്ചെടുക്കുന്നു, വളം വലിച്ചെടുക്കുന്നു, വെള്ളം വലിച്ചെടുക്കുന്നു, എന്തൊക്കെ പരിപാടികൾ കൂടി അതിന് ഫലം ഉണ്ടാകുന്നില്ലേ. അതതിന്റെ സ്കൂളിൽ പഠിച്ച് ഓർക്കുന്നില്ല. കൃത്യം ഭക്ഷണം പാകം ചെയ്യുന്നത് എങ്ങനെ കുഞ്ഞുങ്ങളെ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. നിങ്ങളോട് പറയുമ്പോൾ ഫ്രീ ആയിട്ട് വർത്താനം പറയാമല്ലോ. അതാ അനുഗ്രഹിക്കട്ടെ കേട്ടോ. വർത്താനം പറഞ്ഞാൽ മാത്രം ഓർത്തിരുന്നാൽ പോരാ, ഇതൊക്കെ ഓർത്തിരിക്കുന്നു കേട്ടോ. മണലൂർ ഇടവക്കാർക്കും പ്രത്യേക ആശംസ, കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. നമുക്ക് സ്തുതിക്കാം. നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവം അത്ഭുതകരമായ ദൈവ കൃപ കൊണ്ട് നിറയ്ക്കണമേ.
കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകം നിറയട്ടെ. പൈശാചിക പീഡന അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളെയും ബാധകളെയും ഭൂതങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടിപ്പായും. ദൈവത്തിന്റെ കൃപ ശക്തമായി ഇവർ ഓരോരുത്തരും ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. വചനം ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവരെ പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഞങ്ങൾ ഏതെങ്കിലും കാറ്റഗറീസ് പഠിച്ചിട്ടുള്ളവരും പഠിപ്പിക്കുന്നവരുമാണല്ലോ, മുഴുവൻ മതാധ്യാപകരെ ഓർക്കുന്നു. ഞങ്ങളെ വേദപാഠം പഠിപ്പിച്ച അധ്യാപകർ, ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരും, അവരെല്ലാം പ്രത്യേകം ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ദൈവം ഇപ്പോൾ നിലവിൽ കാറ്റഗറീസ് പഠിപ്പിച്ചെടുക്കുന്ന മുഴുവൻ അധ്യാപകരുടെ മേലും ഈശോയുടെ നാമത്തിന്റെ ശക്തി വരട്ടെ. കർത്താവെ, പരിശുദ്ധ അമ്മ ഈശോയെ പഠിപ്പിച്ചതുപോലെ എല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പ്രത്യേക അഭിഷേകം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നിങ്ങൾ നല്ല ജീവിത മാതൃക കുട്ടികളെ അനുഗ്രഹമാക്കി മാറ്റട്ടെ കർത്താവെ. കാറ്റഗറിസം പഠിപ്പിച്ചവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം കർത്താവെ. കാറ്റഗറിസം പഠിപ്പിക്കാനുള്ള ആഗ്രഹം അനേകം കൊട്ടുക്കണം കർത്താവെ. ദുഷ്ടാരികൾ ബന്ധിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും എല്ലാവരെയും ആശീർവദിക്കും. ഇവിടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.